നമസ്കാരം. കണ്ടതും ഇനി കാണാനിരിക്കുന്നതും അതിമനോഹരമാക്കുന്ന വേദി ഇത് റെഡ് കാർപ്പറ്റ്. So let's begin today's episode of Red Carpet. സ്വരങ്ങൾ നൃത്തമാടുന്ന ഇന്നത്തെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റ്, നമ്മുടെ ഇന്നത്തെ അതിഥി, മലയാളികളുടെ എക്കാലത്തെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സൂപ്പർ ഹീറോയിൻ, സൗത്ത് ഇന്ത്യയിലെ രാജകുമാരി, ദ ബ്യൂട്ടിഫുൾ അംബിക. അംബിക ചേച്ചിയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് ഒന്ന് എത്തി നോക്കാം അല്ലെ. നമുക്ക് തമിഴ് സിനിമയെ കുറിച്ച്, അതിന്റെ വിശേഷങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കാം. ചേച്ചിയുടെ ആദ്യത്തെ തമിഴ് മൂവി ഏതായിരുന്നു? ഇപ്പം മലയാള സിനിമ എനിക്ക് എത്രത്തോളം എൻ്റെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണോ അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് തമിഴ് ഫിലിം. ആദ്യത്തെ ഫിലിം എന്ന് പറഞ്ഞ് മലയാളത്തിൽ ചെയ്ത പോലെ സോ കോൾഡ് ഫിലിം എന്ന് പറഞ്ഞ് ഞാൻ അഭിനയിച്ചത് വന്നിട്ട് സക്കളത്തി. അതാണ് എൻ്റെ ആദ്യത്തെ ഫിലിം. ആ പടം നന്നായിട്ട് പോയില്ല. പക്ഷെ അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് നാനും ഒരു തൊഴിലാളി, സകലകലാവല്ലവൻ, അന്തേ എണ്ണാൾക്കൾ, തറയിൽ വാഴും മീൻകൾ, ഇങ്ങനെ എല്ലാ പടങ്ങളും കുറേ പടങ്ങൾ ഒരുമിച്ച് വന്നു. ചക്കളത്തി നന്നായിട്ട് പോയില്ലെങ്കിലും സകലകലാവല്ലവനും അന്തേ എണ്ണാൾക്കളും ഹിറ്റായി. സകലകലാവല്ലവൻ ഹിറ്റായപ്പോൾ കട്ടവണ്ടി എന്ന് പറഞ്ഞ അതിലൊരു സോങ് ഉണ്ട്. അതുകൊണ്ട് എന്നെ ഗോസിപ്പിലൊക്കെ കട്ടവണ്ടി നടികൈ എന്നാണ് വിളിച്ചിരുന്നത്. തമിഴ് ആൾക്കാർക്ക് എപ്പോഴും പാട്ടുകൾ എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഹരാണ്. ആ സമയത്ത് ചേച്ചി കൊടുത്ത ഒരു പാട്ട് ഇളമൈ, ഇപ്പോഴും ഹാപ്പി ന്യൂ ഇയർ വന്നു കഴിഞ്ഞാൽ ആ ഒരു പാട്ടേ ഉള്ളൂ. അതെ, ഈ ന്യൂ ഇയർ ഷോസിനൊക്കെ ആ പാട്ട് മസ്റ്റ് ആണ്. ഇവിടെ നമ്മുടെ മലയാളത്തിലെ ഉത്സവ സ്ഥലങ്ങളിൽ ഉല്ലാസപൂത്രികൾ എങ്ങനെയാണോ അതുപോലെ ന്യൂ ഇയർ വന്നു കഴിഞ്ഞാൽ അത് തന്നെയാണ്. പിന്നെ കമൽ സാറിന്റെ കൂടെ മാത്രമല്ല, രജനി സാറിന്റെ കൂടെയും ഒരുപാട് ലിസ്റ്റ്. കമലഹാസൻ, രജനീകാന്ത്, ശിവാജി ഗണേശൻ, ശിവകുമാർ സാർ, സത്യരാജ്, വിജയകാന്ത്, അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ. തമിഴ് സംബന്ധിച്ചിടത്തോളം പുരട്சி தலைவர் എംജിആർ അയ്യ ഒഴികെ എല്ലാവരോടും അഭിനയിച്ചിട്ടുണ്ട്. നമുക്ക് സിസ്റ്റർ രാധ, അതായത് നിങ്ങൾ രണ്ടുപേരും എപ്പോഴും ആ തമിഴ് അല്ലെങ്കിൽ എന്താ പറയാ 80s ഒരു ശക്തമായ എതിരാളിയായിരുന്നു അല്ലെ. സ്കൂള് തൊട്ടിട്ട് പാട്ടാണെങ്കിലും ഡാൻസ് ആണെങ്കിലും, പിന്നെ സിനിമ വന്നപ്പോഴാണെങ്കിലും ഒരാള് കമൽഹാസൻ സാറിന്റെ കൂടെ അഭിനയിക്കും, ഒരാൾ രജനി സാറിന്, രണ്ടുപേരും ഒരുമിച്ച് അഭിനയിക്കുന്നു. അപ്പൊ ഒരു കോമ്പറ്റീഷൻ മൈൻഡ് വീട്ടിൽ നിന്ന് തന്നെ ഇങ്ങനെ തുടങ്ങി. അതൊരു എങ്ങനെയായിരുന്നു? ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ആയിരുന്നോ അതെയോ? ഇല്ല, ഞങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിലും ഞങ്ങള് ഒരാൾ എനിമി അല്ലായിരുന്നു. അതായത് ഒരു സബ്ജക്ട് പറയാൻ വീട്ടിൽ വരുമ്പോൾ ഗ്ലാമർ ഹീറോയിനും പെർഫോമൻസ് ഹീറോയിനും വീട്ടിൽ തന്നെ ഉണ്ട്, മനസ്സിലായില്ലേ? അങ്ങനത്തെ ഒരു ഇതായിരുന്നു. ഞങ്ങൾ ഒരിക്കൽ പോലും ഒരു അസൂയ വന്നിട്ടില്ല. എനിക്ക് വന്നിട്ടുള്ളത് അവളുടെ ഡാൻസ് മാത്രമേ എനിക്ക് അസൂയ വന്നിട്ടുള്ളൂ. അല്ലാതെ അവള് ചെയ്ത 2 ഫിലിമിലും, ഒന്ന് കാതലോവിയം, ഒന്ന് പിന്നെ മുതൽ മര്യാദ, ഈ 2 ഫിലിം കാണുമ്പോൾ മാത്രം ഒരു ചെറിയൊരു കുഞ്ഞസൂയ വന്നു. എന്തിന്? അയ്യടാ, ആ റോള് ഞാൻ ചെയ്യാമായിരുന്നെങ്കിൽ എന്നങ്ങനെ ഒരു എന്ന് തോന്നിയിട്ടുണ്ടെന്നാൽ, അതായത് ചില നല്ല ക്യാരക്ടേഴ്സ് ഇപ്പൊ വേറെയും ഹീറോയിൻസ് അഭിനയിക്കുന്ന ചില പടങ്ങൾ കാണുമ്പോൾ അതെനിക്ക് വന്നില്ലല്ലേ എന്ന് തോന്നും. പിന്നെ തമിഴ്നാട് ഏറ്റവും കൂടുതൽ അംഗീകാരം നൽകിയ ഒരു അഭിനേത്രി, കലൈമാമണി പുരസ്കാരം അല്ലെ, അത് അംബിക ചേച്ചി തേടി എത്തിയിട്ടുണ്ട്. അത് വലിയൊരു അഭിമാനം തന്നെയാണ്. കലൈമാമണി അവാർഡ് അതും വാങ്ങുന്നത് പുരട്சி தலைவர் എംജിആർ അയ്യയുടെ കയ്യിൽ നിന്നാണ് വാങ്ങുന്നത്. അപ്പോ അങ്ങനെ ഭാഗ്യത്തിലും സന്തോഷത്തിലും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഈ അവസരത്തിൽ ഞാൻ 1-2 ചോദ്യശരങ്ങൾ ഉന്നയിക്കാൻ പോവാണ്. ഓക്കെ, അതായത് ചേച്ചി ഇത് റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻ. ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും, ചേച്ചി അധികം ആലോചിക്കാതെ മനസ്സിൽ വരുന്ന ഉത്തരങ്ങൾ പെട്ടെന്ന് പറയണം. അത്രേ ഉള്ളൂ. സത്യസന്ധമായ ഉത്തരങ്ങളാണ് നമുക്ക് വേണ്ടത്. കലർപ്പില്ലാത്ത, മായമില്ല, മന്ത്രമില്ല, പ്യുവർ ആയിട്ടുള്ള ഉത്തരങ്ങൾ മാത്രം. ഓക്കെ, റെഡി? ഫസ്റ്റ് ചോദ്യം, കേരളത്തിൽ മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഗോസിപ്പ് കേരളത്തിൽ കൂടുതലാണ്, അതൊന്നും മാറ്റം വരണമെന്ന് ആഗ്രഹം. ഓക്കെ, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റിൽ വിശ്വാസമുണ്ടോ? ഇല്ല, ഒട്ടുമില്ല. ഇനി യുവർ ഫസ്റ്റ് സെലിബ്രിറ്റി ക്രഷ്. ചേച്ചിയുടെ ഒരു ഉണ്ടാവുമല്ലോ, ഡെഫിനറ്റ്ലി ഉണ്ടാവുമല്ലോ ഒരു സെലിബ്രിറ്റി. ചോദിക്കേണ്ട ആവശ്യമേ ഇല്ല. ഇനി ഒരു സെഗ്മെന്റ് ദിസ് ഓർ ദാറ്റ് ആണ് കേട്ടോ. ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യണം. ബസ് ഓർ ഓട്ടോ? ബസ്സിൽ ഇങ്ങനെ കാഴ്ചയെ കണ്ടു പോകാനാണ് ചേച്ചിക്ക് ഇഷ്ടം. ഇനി ഫാറ്റ് ആയിട്ട് ഇരിക്കുന്നതാണോ സ്ലിം ആയിട്ട് ഇരിക്കുന്നതാണോ ഇഷ്ടം? സ്ലിം. ട്രാവൽ ഓർ ഫുഡ്? ട്രാവൽ. അടിപൊളി. മോഹൻലാൽ ഓർ മമ്മൂട്ടി? ഈ ചോദ്യം ഇല്ലാതെ നമ്മൾ എന്ത് ദിസ് ഓർ ദാറ്റ് ആണോ? കമലഹാസൻ. ചേച്ചി മോഹൻലാൽ ഓർ മമ്മൂട്ടി? ചേച്ചി കമലഹാസൻ. അത് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ലല്ലോ. എഴുതിയിട്ടില്ല. എന്തിനാണ് ഇവര് രണ്ടുപേരുടെ അടുത്തുനിന്നും എനിക്ക് ചീത്ത പേര് കിട്ടുന്നത്? രണ്ടുപേരുടെയും പേര് പറഞ്ഞില്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല. അതെ, അപ്പൊ കമലഹാസൻ സാർ. അടിപൊളി.
അംബിക ചേച്ചിയുടെ ഫേവറേറ്റ് സൺ ആരാണ്? അതായത് മോനായിട്ട് അഭിനയിച്ചതിൽ ഫേവറേറ്റ് പൃഥ്വിരാജ് ഓർ കുഞ്ചാക്ക ബോബൻ? ഇതിൽ വേറെ പേര് ചേർക്കാൻ ഞാൻ സമ്മതിക്കില്ല. അയ്യോ, അതൊരു വല്ലാത്ത ചോദ്യമായി. കണ്ണു അടച്ച് പറ. ചേച്ചി ആരും പറഞ്ഞില്ല അവരൊന്നും ചെയ്തു പറയില്ല. കുഞ്ചാക്കോ രാജ്. അതാരാ ചേച്ചി? ഭാവിയിൽ ചേച്ചിയുടെ മകനായിട്ട് വരാൻ പോകുന്ന കുഞ്ചാക്കോ രാജ് എന്ന ആ മകനെയാണ് പൃഥ്വിരാജിലെ രാജും കുഞ്ചാക്കോ ബോബനിലെ കുഞ്ചാക്കോയും. അവര് അങ്ങനെ ഒരു എന്താ നമ്മള് അയ്യപ്പൻ ജനിച്ച പോലെ ഒരാള് ജനിക്കാൻ പോകുന്നു. ആ കുട്ടിയാണ് ചേച്ചിയുടെ ഫേവറേറ്റ്. ഇനി ആർട്ടിസ്റ്റ് അല്ലായിരുന്നെങ്കിൽ അംബിക എന്ന താരം ഏതൊരു ജോലി, ഏതൊരു പ്രൊഫഷൻ ചൂസ് ചെയ്യും? അഡ്വക്കേറ്റ് അല്ലെങ്കിൽ പോലീസ് ഓഫീസർ. അഡ്വക്കേറ്റ് അല്ലെങ്കിൽ പോലീസ് ഓഫീസർ, അതായിരുന്നു ഇഷ്ടം അല്ലേ? ഓക്കെ. ചേച്ചിയുടെ ഫസ്റ്റ് കാർ ഏതായിരുന്നു? ഞങ്ങളുടെ വീട്ടിൽ ആദ്യം വാങ്ങിക്കുന്ന കാർ അംബാസഡർ. എന്റെ പേരിൽ എനിക്ക് ആദ്യം വാങ്ങിച്ച കാർ റെഡ് മാരുതി KBT 3634. ഓ, അടിപൊളി അടിപൊളി. ഇനി ട്രൂ ഓർ ഫാൾസ് ആണ് അടുത്തത്. ഇഷ്ടപ്പെട്ട മൂവിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടോ? ഉണ്ട്. ഉണ്ട്. അഭിനയിച്ച ഏതെങ്കിലും ഒരു കോ സ്റ്റാറുമായിട്ട് ചേച്ചി നല്ല ഇടി ഫൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ട്. 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 അതേത് കോ സ്റ്റാർ? അതൊന്നും പറയാ, പേര് പറയണ്ട. എന്താണ് സിറ്റുവേഷൻ അതിന്റെ? ഒരു ഹീറോ ആയിരുന്നു. എനിക്ക് അങ്ങേരുടെ ആറ്റിറ്റ്യൂഡ് ഇഷ്ടമായില്ല, അങ്ങേര് പറഞ്ഞ വർത്തമാന രീതി ഇഷ്ടമായി. അങ്ങനെ നിങ്ങൾ തമ്മിൽ പോട്ടിയായി, അടിപിടി ബഹളമായി. പറഞ്ഞോ? ഇല്ല 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 ഇല്ല, അതൊന്നും ചെയ്യില്ല, അതൊരിക്കലും ചെയ്യില്ല. ഇനി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നെ കാരണം ആ ഷൂട്ടിംഗ് സ്ഥലത്ത് ഒരു പ്രശ്നം ഉണ്ടാവരുത്. പറയാനുള്ളത് അത് ചേട്ടനോ ചേച്ചിയോ ഞാൻ പറഞ്ഞു. അപ്പൊ എന്തായാലും ഗംഭീരമായി റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അസലായിട്ട് ആൻസർ ചെയ്തു. താങ്ക് യു സോ മച്ച് ചേച്ചി. അപ്പൊ നമുക്ക് ഇനി ചേച്ചിയുമായിട്ടുള്ള ഗെയിം സെക്ഷനൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ യഥാർത്ഥ ആ പെർഫോമറെ ഇൻവൈറ്റ് ചെയ്യാം. ഓൾറെഡി റെക്കോർഡ്സുകൾ വാരിക്കൂട്ടിയ 8 വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയ ഒരു മിടുക്കിയാണ്. ഇനി എന്തെങ്കിലും ഉണ്ടോ ബാക്കി? നമുക്ക് ആ കുട്ടി കണ്ടുപിടിച്ച് കൊടുക്കേണ്ടി വരും തോന്നുന്നു. പിന്നെ അത് മാത്രമല്ല, ബുദ്ധിയും അതുപോലെ ഫിസിക്കലി എല്ലാം ഭയങ്കര സ്ട്രോങ്ങും ടാലന്റഡും ആയിട്ട് ഒരു കുട്ടിയാണ്. എന്തായാലും വളരെയധികം സ്നേഹത്തോടെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന മിടുക്കിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഹർഷ. ഞാനൊന്ന് പഠിക്കട്ടെ. എത്ര അവാർഡ് കിട്ടി? 8 വേൾഡ് റെക്കോർഡ്സ്. ഏതിലെല്ലാം? അത് യോഗാല அதுக்கடுத்து பிளைண்ட் ஃபோல்டில் கியூப் சால்விங், கியூபு, ரீடிங், டிராயிங், அது எல்லாமே. பிளைண்ட் ஆயிருந்து ரீட் பண்ணுவீங்க, டிராயிங் அந்த மாதிரியா? ஓ, ஓகே 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 ஓகே, அதெல்லாம் பண்ணுவீங்க. ஸோ அதுக்காக எல்லாம் சேர்த்து 8 அவார்டு கிடைச்சது. டாக்டரேட் கிடைச்சது இல்ல, மறந்துட்டீங்க. டாக்டரேட்டா? 10 வயசுல. 10 வயசுல அது யோகால கின்னஸ் பண்றதுக்காண்ட. ஓ, எப்படி இந்த இன்ட்ரெஸ்ட் எல்லாம் வந்தது? யாராவது சொல்லி கொடுத்தாங்களா இல்ல தானா வந்தோம்? இல்லை, நான் கிளாஸ் போனேன், ஜெயக்குமார்னு சொல்லி அவங்ககிட்ட போனேன். அதுக்கடுத்து எங்கள் ஸ்கூலில் இந்திரா மிஸ்ன்னு சொல்லி ஒருத்தவங்க இருக்காங்க, அவங்ககிட்டையும் போனேன். அப்பதான் எங்கள் அம்மாவும் வீட்டில் சொல்லி தருவாங்க. அந்த மாதிரி தான் இந்த இன்ட்ரெஸ்ட் வந்தது. வேற என்னெல்லாம் ஹாபிஸ் இருக்கு உங்களுக்கு? கிட்டார் பண்ணுவேன். கிட்டார். பியானோ வாசிப்பேன். போதுமே, தாராளம். இது கூட வந்தது ஆரா നമുക്ക് ചോദിച്ചാലോ? അമ്മ അപ്പ. அவங்க கிட்ட பேசலாம் இல்லையா? നമസ്കാരം. റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. என்ன அது நடுவுல ஒரு இது வச்சிருக்கீங்க? அந்த வேர்ல்ட் ரெக்கார்ட்ஸ் இல்ல, பாப்பாவுடைய கின்னஸ் ரெக்கார்ட். பாப்பாவோட கின்னஸ் ரெக்கார்ட்ஸ் எல்லாமே அந்த யோகாக்கு கிடைச்ச வேர்ல்ட் ரெக்கார்ட். கிரேட். சோ அம்மா, உங்க பேர் சொல்லுங்க. என் பேர் ஜோதி. ஆமா. எப்படி இருக்கு வீட்ல எல்லாம் பிராக்டீஸ் செக்ஷன் எல்லாமே? வீட்ல அவங்க தனியா அவங்க ஃபுல் டைட் அவங்களுக்கு கிளாஸ் எடுப்பாங்க. ஆன்லைன்ல வந்து கியூப் கிளாसेस ஃபாரின்ல இருந்துலாம் வந்து கூட ஆன்லைன் கிளாஸ் இவங்க எடுப்பாங்க. ஏன்னா இவங்க 200க்கு மேல உள்ள கியூப்ஸ் வந்து சால்வ் பண்ணுவாங்க. அப்படியா? ஆமா, நிறைய அல்காரிதம் தெரியும். ஸோ வந்து ஐக்யூ ஜாஸ்தி அவங்களுக்கு கொஞ்சம் இவங்களுக்கு. ஆமா, ஐக்யூ வந்து கூட சின்ன குழந்தையிலே பார்த்தோம், ஐக்யூ கூட இருந்தது. அதனால படிப்புங்கிறது எதுவுமே நான் வந்து இது பண்றதே கிடையாது. பட் அவங்களே நல்லா படிச்சுக்குவாங்க. எல்லா விஷயத்துலையுமே கொஞ்சம் எக்ஸ்ட்ரா ஜாஸ்தி, வேற லெவல் ஜாஸ்தி தான். ஆனால் அது மாதிரி அவங்க இன்ட்ரெஸ்ட் தான், யாருமே எதுவுமே கட்டாயப்படுத்துறது கிடையாது. யோகா வந்து ஆக்சுவலி ரொம்ப குண்டா இருப்பாங்க சின்ன பொண்ணுல இவங்க. அதனால இவங்களுக்கு வந்து சளி வேற அடிக்கடி பிடிக்குங்கிறதுனால யோகாக்கு விட்டோம். அந்த இதில் வந்து அப்படியே வந்து அடுத்தடுத்து வந்து அவங்களுக்கு இந்த பேலன்சிங் வந்து ரொம்ப ஒரு பேலன்ஸ் பண்ணுறது, கையில் வந்து பேலன்ஸ் பண்ணுறது ஜாஸ்தி. ஸோ அப்படின்னு நினைக்கும் போது ஃபஸ்ட்டு வந்து இந்தியா புக் ஆஃப் ரெக்கார்டு வந்து நாங்கள் கொடுத்தோம். அப்படி கொடுக்கும்போது தான் அடுத்தடுத்து அவங்களுக்கு அதில் இன்ட்ரெஸ்ட் வந்துச்சு. ஸோ அவங்களே வந்து ஒரு யூனிவர்சிட்டிலேருந்து கூப்பிட்டு அவங்களுக்கு டாக்டரேட் கொடுத்தாங்க. எல்லாருக்கும் தெரியும் ஹர்ஷான்னு சொன்னா எல்லாருக்கும் தெரியும், எல்லாருக்குமே தெரியும். உங்களுக்கு ஹர்ஷாவோட அம்மா அப்பா அந்த மாதிரி தான் சொல்லுவீங்கல்ல எல்லாரும்? இப்போ எங்களை நாங்க அறிமுகப்படுத்திக்கிறதே அவங்கள வச்சுதான். அப்பா தான் ரொம்ப சந்தோஷமா எதுவும் பேசாம பேச ഇങ്ങനെ എന്താ ചേച്ചി பேசுறதுக்கு സംസാരിക്കാൻ ആഗ്രഹിച്ചിരിക്കുകയാണ്.
உங்க பேரு? கார்த்திக். 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 அம்பிகா மேம் ஆ, வணக்கம். என்னோட வேற ചോദിക്കുക എനിക്ക് അംബിക മാം பேசுங்க பேசுங்க. எங்களுக்கு வந்து உங்களை ரொம்ப பிடிக்கும் மேம். ஓ ரொம்ப நன்றி. 79 to 89 அது ரொம்ப அந்த சாங்ஸ் உங்களோட சாங்ஸ் இன்னும் விரும்பி பார்ப்போம். அவங்கள பார்த்தா ரொம்ப சந்தோஷம். அவங்கள வந்து காமன்வெல்த் கொண்டு வரக்காக ஃபஸ்ட்டு ட்ரை பண்ணிக்கிட்டே இருக்கோம் மேம். அதில் தான் ஃபஸ்ட்டு கின்னஸ் எல்லாமே பண்ண வைக்கணுங்கிறது எங்களோட ஆம்பிஷன். அது இந்த கவர்மெண்ட் வந்து யோகா வந்து ஃபஸ்ட்டு ஒலிம்பிக் எதுலேயுமே சேர்க்காம இருந்தாங்க. இந்த வருஷம் சேர்த்தது எங்களுக்கு ரொம்ப மகிழ்ச்சி மேம். கண்டிப்பாக நாங்கள் தமிழ்நாட்டிலேருந்து அவளை காமன்வெல்த் கொண்டு போவோங்கிற ஆம்பிஷனில் நாங்கள் எல்லாமே பண்ணிக்கிட்டே இருக்கோம் மேம். கண்டிப்பாக நடக்கும். அதுக்கு உங்களோட சப்போர்ட் எல்லாமே ரொம்ப தேங்க்ஸ் மேம். அமிர்தா டிவிக்கு எங்களோட வாழ்த்துக்கள். எனக்கு எங்களோட நன்றியை கணிக்க கேட்கணும் மேம். എന്തായാലും ഒരുപാട് സന്തോഷം. നമ്മൾ ഇനിയിപ്പോ പെർഫോമൻസ് അല്ലേ, പെർഫോമൻസിലേക്ക് കിടക്കാം. എന്താണ് ഫസ്റ്റ് என்ன பண்ண போறீங்க? ரூபிக் கியூப் ആ விருச்சிகாசனத்தில். വൃശ്ചികാസനത്തില് ഓക്കെ ഓക്കെ ആ ഓക്കെ அதுதான் பண்ண പോறீங்க അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും പ്രേക്ഷകർക്കും നമ്മൾക്കൊക്കെ ഒരു പുതിയ അനുഭവമായിരിക്കും. നമുക്കത് ഒട്ടും സമയം കളയാതെ കാണാം. ഓൾ ദി ബെസ്റ്റ്. Thank you. Thank you. ഒരു ബ്രില്യൻറ്റ് പെർഫോമൻസ് ആയിരുന്നു അല്ലേ? ഈ ഒരു നമ്മൾ നോർമലി ചെയ്യുമ്പോൾ തെറ്റുന്ന ഒരു കാര്യമാണ് യോഗാസനത്തിൽ നിന്നിട്ട് ചെയ്തത്. ரொம்ப நல்லா இருக்கு, பிரமாதமா இருக்கு. അങ്ങനെ ரொம்ப நல்லா இருந்தது, ரொம்ப நல்லா இருந்தது. நெக்ஸ்ட் என்ன பெர்ஃபார்மன்ஸ் பண்றீங்க? பிளைண்ட் ஃபோல்டில் நிறைய க்யூப்ஸ் பண்ணுவேன். ബ്ലൈൻഡ്, കണ്ണ് കട്ടിയിട്ട് ഇത് ശരിയാക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. യെസ്. അപ്പോൾ നമുക്ക് ഈ ഒരു പെർഫോമൻസിൽ നമ്മുടെയും കൂടി ഒരു ആവശ്യമുണ്ട്. നമ്മളതാ ഈ റുബിക് ക്യൂബ്സ് എല്ലാം ഇവിടെ റെഡിയാണ്. അതെല്ലാം നമ്മൾ നല്ലതായിട്ടിരുന്ന് ഇതിനെ ഷഫിൾ ചെയ്തിട്ട് നമ്മൾ ഈ കുട്ടിക്ക് കൊടുക്കും. കണ്ണ് കെട്ടിയിട്ട് ആ എല്ലാം ശരിയാക്കി നമ്മുടെ കയ്യിലേക്ക് തിരിച്ചു തരും. എല്ലാം അതിന്റെ ആ സെയിം കളർ. ഇതറിയാലോ ഇതിന്റെ ഒരു ടെക്നിക്ക് എങ്ങനെയാണെന്ന്. അപ്പൊ നമുക്കൊരു വിശ്വാസം വരാൻ വേണ്ടി നമ്മളങ്ങ് എല്ലാം ഒന്ന് ഷഫിൾ ചെയ്ത് വെക്കാം അല്ലേ? അതിന് നമ്മൾ മിടിക്കുക. ചേച്ചി അതിന് മിടിക്കല്ലേ? കാരണം ഇത് ചെയ്യാൻ പറ്റില്ല. നശിപ്പിച്ചെങ്കിലും കയ്യിൽ കൊടുക്കാമല്ലോ. അതെ, നശിപ്പിച്ചിട്ട് നമുക്ക് കൈ കൊടുക്കാം. അതെ അതെ പല പല കഷ്ടം അതുപോലെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. അത് നശിപ്പിക്കാൻ എനിക്ക് പറ്റുന്നില്ല ചേച്ചി. അതെങ്ങനെയാണ് നശിപ്പിക്കുക? അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇതെല്ലാം ഇങ്ങനെ ഷഫിൾ ചെയ്ത് ഒടിച്ച് നുറുക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ കുട്ടി അത് കറക്റ്റ് ചെയ്ത് അസലാക്കി തരും. അതും കണ്ണ് കെട്ടിയിട്ട്. അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് അല്ലേ? കണ്ണ് കെട്ടട്ടെ? എത്ര വിരലായത്? ഇത് എത്ര വിരൽ? ഒന്നും കാണുന്നില്ല. പാവം പാവം. റെഡി. അപ്പൊ നമ്മൾ എന്തായാലും ആ ഒരു പെർഫോമൻസിന് വേണ്ടി എല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ മോളെ ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്.
இதுதான் உங்களை ரொம்ப கன்ஃபியூஸ் பண்ண அந்த கியூப். அது பண்ணது நான் இல்ல, அவங்க. என்ன மன்னிச்சு அவங்க எப்படியாவது உங்களை തോൽക്കണമെന്ന് ആശിച്ച് വന്നിട്ട് ഒടിച്ച് നുറുക്കി. ഞാൻ വിചാരിച്ചു സത്യത്തില് സത്യം ഞാനും അങ്ങനെ நான் என்ன நினைச்சேன்னா அது உடைஞ்சு போச்சுன்னு நினைச்சேன் நானு. அப்பா அம்மா இங்க இருக்கிற எல்லாரும் ടെൻഷൻ. ബ്രില്യന്റ് പെർഫോമൻസ്. എല്ലാം വളരെ പെട്ടെന്ന് തന്നെ ശരിയാക്കി ആ കൃത്യം ഓർഡറിൽ ഇതാ. ഇതൊക്കെ വളരെ പെട്ടെന്ന് ചെയ്ത കാര്യമാണ്. ഇത് മാത്രമേ നമ്മൾ സമയം എടുത്തുള്ളൂ. കാരണം അത് നമ്മുടെ രണ്ടുപേരും തെറ്റാണ്, കുട്ടി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോ അപ്പ അമ്മ എല്ലാരും ഹാപ്പി? ഹാപ്പി. அவங்க ரொம்ப ടെൻഷൻ. ഇപ്പൊ എല്ലാരും ഹാപ്പി. ചേച്ചി വരൂ. இது கண்டுகொண்டிருக்கிற இது பார்த்துக்கிட்டு இருக்கிற தமிழ் மக்களே, தயவு செஞ்சு என் மேல கோவப்படாதீங்க. ஏதோ தெரியாம அப்படி பண்ணிட்டேன். അപ്പോൾ എന്തായാലും ഇതൊരു ശരിക്കും ബുദ്ധി അത്യാവശ്യമല്ല, ഏറ്റവും കൂടുതൽ ബുദ്ധി വെച്ചിട്ട് കളിക്കേണ്ട ഒരു ഗെയിമാണ്. അതും കണ്ണ് കെട്ടിയിട്ടാണ് ഇവിടെ പ്രസന്റ് ചെയ്തത്. ഞങ്ങൾ രണ്ടുപേരാണ് ഓരോന്ന് ഷഫിൾ ചെയ്ത് കൊടുത്തതൊക്കെ. സോ എന്തോ ഒരു ടെക്നിക്ക് ഇല്ല ഇതൊക്കെ. அது ஒரு கிளாஸ் இருக்கு. அது ஒரு சீக்ரெட், கிளாஸ் சீக்ரெட் இங்கே ரிவீல் பண்ண முடியாதுன்னு சொல்றாங்க. എനിക്കറിയാം, പക്ഷെ ഞാൻ പറഞ്ഞുതരില്ല. വേണ്ട, ചേച്ചി ചെയ്തതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ എന്തായാലും ഈ ഒരു മനോഹര പെർഫോമൻസ് നമുക്ക് വേണ്ടി കാഴ്ചവെച്ച ഈ മിടുക്കി, ഈ ബ്രില്യന്റ് കണ്ടസ്റ്റന്റ് ഒരു സമ്മാനം നമ്മൾ നൽകാൻ പോവാണ്. റെഡി? ഒരു പരിസ്, ഒരു ചിന്നത ഒരു പ്രൈസ്. സ്വയംവര സിൽക്സ് സമ്മാനിക്കുന്ന 2 ഗിഫ്റ്റ് വൗച്ചറും കൂടിയുണ്ട്. അതും നമ്മളിതാ ഈ മിടിച്ചു കുട്ടിക്ക് കൊടുക്കാൻ പോവാണ്. All the best. So happy தானே நீங்க இந்த ப்ரோக்ராம்ல வந்து? எங்க மேல அவங்க மேல கோபம் இருக்கா? ഇത് മാതിരി നിറയെ സാധനകൾ, ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇനിയും അവാർഡുകൾ കിട്ടട്ടെ. സാധനകൾ നിറയെ ചെയ്യണം. சின்ன வயசு இன்னும் டைம் இருக்கு. നല്ല ഹാപ്പിയാ സന്തോഷമാ സാധനങ്ങളോടെ വാഴുക. ഓക്കെ. എന്തായാലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കാഴ്ച അല്ലെങ്കിൽ അനുഭവമായിരിക്കും നമ്മുടെ പ്രേക്ഷകർക്ക് കിട്ടിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ ഐശ്വര്യമായിട്ട് തുടങ്ങി, അതുപോലെ ഐശ്വര്യമായിട്ട് തന്നെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി എല്ലാവരും സുഖമായിട്ട് ഉറങ്ങുക. കുറച്ച് നേരം ടെൻഷനൊക്കെ അടിച്ചെങ്കിലും ഇനി ഒന്ന് സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങാനുള്ള സമയമാണ്. അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം.